നമസ്കാരം. ആയുർവേദത്തിൽ വിരുദ്ധാഹാരം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ രണ്ട് ആഹാര പദാർത്ഥങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇവയ്ക്ക് രണ്ടിനും ഒറ്റയ്ക്ക് പോഷക മൂല്യമുണ്ടെങ്കിൽ കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇവ ചിലപ്പോൾ ശത്രുക്കളെ പോലെ പെരുമാറിയെന്ന് വരാം. അപ്പോൾ അതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണമാണ് മത്സ്യവും തൈരും. മത്സ്യവും തൈരും ഒരുമിച്ച് കഴിക്കരുത് എന്ന് ആയുർവേദം മാത്രമല്ല നമ്മുടെ പരമ്പരാഗതമായ അറിവ് വെച്ചിട്ടും ഒരു വിരുദ്ധാഹാരമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇംഗ്ലീഷ് മരുന്ന്, ഇംഗ്ലീഷ് ഡോക്ടറാണല്ലോ ഞാൻ, എന്ന് പറയപ്പെടുന്ന എൻ്റെ സമ്പ്രദായത്തിൽ, അതായത് ഞാൻ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിൽ അത്തരത്തിൽ ഈ വിരുദ്ധാഹാരമാണുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ലേ, എന്തും കഴിക്കാം എന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. മാത്രമല്ല പലർക്കും ഈ സംശയമുണ്ട്, എല്ലാ ആഹാരങ്ങളും ഒരുമിച്ച് കഴിക്കുമ്പോൾ അവ ചെറുതായിട്ടെങ്കിലും പരസ്പരം വിയോജിപ്പ് കാണിക്കാതിരിക്കില്ലല്ലോ എന്നുള്ളൊരു സംശയം പലരെ അലട്ടുന്നുണ്ട്. അത് അവരെ ദൈനംദിന ജീവിതത്തെയും സമാധാനത്തെയും ബാധിക്കുന്നുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. അതിനു വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓതുന്നു. ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ന്യൂട്രീഷൻ എന്നുള്ളതാണ് ഒരു കീവേഡ് ഇപ്പം എല്ലായിടത്തും, അല്ലേ? അതായത് പോഷക സമ്പുഷ്ടമായ ആഹാരം, പോഷകങ്ങൾ നമ്മുടെ ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ കയറണം, നമ്മൾ നല്ല പോഷകഭരിതരായിരിക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എന്നാൽ എന്താണ് ന്യൂട്രീഷൻ എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. എന്നിട്ട് എന്താ സംഭവിക്കണം എന്നറിയാവോ? ഇക്കാലത്ത് ഉണ്ടാവുന്നൊക്കെ ഓവർ ന്യൂട്രീഷനാണ്. അമിതമായി ഭക്ഷണം അല്ലെങ്കിൽ പോഷകങ്ങൾ അകത്തേക്ക് തള്ളിവിടുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു ഫലമായിട്ട് കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ആൻറ്റി ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ആൻറ്റി ന്യൂട്രീഷൻ എന്നുള്ളത് ബഹുഭൂരിപക്ഷ ആൾക്കാരും കേട്ട് കാണാൻ വഴിയില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി സൂക്ഷ്മമായി കേൾക്കണം, ശ്രവിക്കണം. ഇതൊരു പുതിയ കോൺസെപ്റ്റായിട്ട് ചിലർക്കെങ്കിലും മനസ്സിലാവും. ഇവിടെ എന്താണ് ആൻറ്റി ന്യൂട്രിയൻസ് എന്ന് ചോദിക്കുക. അപ്പോൾ ന്യൂട്രിയൻസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും അയേൺ, കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, അല്ലേ? ഇതെല്ലാം പ്രോട്ടീൻസ്, ഇതെല്ലാം ന്യൂട്രീഷനാണ്. എന്നാൽ ആൻറ്റി ന്യൂട്രിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഇനിയിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ അതിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് വിഷയം. സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ, പ്രത്യേകിച്ച് സൂക്ഷ്മ പോഷകങ്ങൾ, അതായത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെയോ പ്രധാനപ്പെട്ട ന്യൂട്രീഷനായ പ്രോട്ടീൻസിൻ്റെയോ ആഗീരണത്തെയും ഉപയോഗത്തെയും തടയുകയോ അല്ലെങ്കിൽ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്യുന്ന ചില ഘടകങ്ങൾ. വല്ലതും മനസ്സിലായി കാണാൻ വഴിയില്ല, പറഞ്ഞുതരാം. സൂക്ഷ്മ പോഷകങ്ങൾ, അതായത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ആഗീരണം അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ ആഗീരണം കുറയ്ക്കുകയോ തടയുകയോ ചെയ്യുന്ന ഘടകങ്ങൾ, അവയെയാണ് നമ്മൾ ഈ ആൻറ്റി ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായോ? അപ്പോൾ ഈ ആൻറ്റി ന്യൂട്രിയൻസ് എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് ചുറ്റുമുള്ള മലിനീകരണത്തിൽ നിന്ന്, നമ്മൾ വേറെ എന്തെങ്കിലും മദ്യപിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാഡ് ഹാബിറ്റ്സ് കൊണ്ട് ഉണ്ടാവുന്നതാണോ ഈ പറയുന്ന ആൻറ്റി ന്യൂട്രിയൻസ്? റോങ്. നമ്മൾ കഴിക്കുന്ന ദൈനംദിന ഭക്ഷണത്തിൽ ഈ ആൻറ്റി ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? നമ്മൾ കരുതുന്നത്, ഓക്കെ, ഞാൻ വൈറ്റ് റൈസ് വിട്ടിട്ട് ബ്രൗൺ റൈസിലേക്ക് മാറിയാൽ എൻ്റെ ഇത് കൂടും. ബ്രൗൺ റൈസിൽ കുറേ ന്യൂട്രീഷൻ ഉണ്ട്, കുറേ പ്രോട്ടീൻസ് ഉണ്ട്, കുറേ ഫൈബറാണ്, അതിനാൽ എൻ്റെ പോഷകാഹാരത്തിൻ്റെ അളവ് കൂടും എന്ന് കരുതുന്നവരുണ്ട്. ആണോ? ക്ഷമിക്കണം സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യത്തെ കാണാതെ പോയി. ഈ ബ്രൗൺ റൈസിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. ഈ ഫൈറ്റിക് ആസിഡ് ഒരു ആൻറ്റി ന്യൂട്രിയൻ്റ് ആണ്. ഡു യു നോ ദാറ്റ്? എത്ര പേർക്ക് അറിയാതെ ഫൈറ്റിക് ആസിഡ് ആൻറ്റി ന്യൂട്രിയൻ്റ് ആണെന്ന്? മറ്റൊന്നുമല്ല, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ ഈ മൈക്രോ ന്യൂട്രിയൻസ് ആയ കാൽഷ്യം, മഗ്നീഷ്യം, അയേൺ, കോപ്പർ, സിങ്ക് എന്നിവയുടെ ആഗീരണം ഇത് ഗണ്യമായി കുറയ്ക്കും.
കാരണം ഇറ്റ് കോസസ് precipitation ഓഫ് ദീസ് മൈക്രോന്യൂട്രിയൻസ്. precipitation എന്ന് പറയുന്ന ഒരു പ്രത്യേക രാസപ്രക്രിയയാണ്. അപ്പോൾ ഈ മൈക്രോന്യൂട്രിയൻ, ഈ സൂക്ഷ്മ ഈ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭ്യമാവാതെ തീരുന്നു. പ്രോബ്ലം. അപ്പം നിങ്ങൾ കുറേ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, കുറേ മഗ്നീഷ്യം, അയേൺ, കോപ്പർ എന്ന്. ഇനിയിപ്പോൾ കോപ്പറും കാൽഷ്യവും അയേണും, കാൽഷ്യം ആൻഡ്, ഇത് ഞാൻ ഓഫ് ഹാൻഡ് പറയുന്നതാണ് കേട്ടോ, സ്ക്രിപ്റ്റ് ഒന്നും വെച്ചിട്ട് പറയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ട്രെയിൻ ഓഫ് തോട്ട്സ് ഇങ്ങനെ ചിലപ്പോൾ. ഡിഡ് യു നോ ദാറ്റ് കാൽഷ്യവും അയേൺ റിച്ചുമായിട്ടുള്ള ഭക്ഷണം ഒരുമിച്ച് കഴിച്ചാൽ ഇതിൽ അയേണിൻ്റെ അബ്സോർപ്ഷൻ കുറയും. ഉദാഹരണം, നിങ്ങൾ കാൽഷ്യത്തിൻ്റെ നല്ല ഉറവിടമായ പാല്, അതിൻ്റെ കൂടെ അയേണിൻ്റെ നല്ല ഉറവിടമായ ലിവർ, അല്ലെങ്കിൽ അതൊക്കെ അയേൺ റിച്ച് ആണല്ലോ. മാംസാഹാരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചീരകൾ അല്ലെങ്കിൽ ഇലക്കറികൾ ഒരുമിച്ച് കഴിക്കുന്നു എന്ന് കരുതുക. ഈ പാലിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള അയേണിൻ്റെ ആഗിരണം ഒരു വലിയ പരിധിവരെ ബ്ലോക്ക് ചെയ്യും. അതോടെ എന്താ സംഭവിക്കണം എന്നറിയാവോ? നിങ്ങളുടെ ശരീരത്തിന് അയേൺ, ഇരുമ്പിൻ്റെ ലഭ്യത ഗണ്യമായിട്ട് കുറയും. ഇത് എത്ര പേർക്ക് അറിയാം? അപ്പോൾ അവിടെ കാൽഷ്യം ഒറ്റയ്ക്ക് നല്ലൊരു പോഷകാഹാരമാണ്, അയേൺ ഒറ്റയ്ക്ക് നല്ലൊരു പോഷക മൂല്യമുള്ള സാധനമാണ്, മൂലകമാണ്, എല്ലാം കൊള്ളാം. പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രക്രിയ നടക്കുന്നുണ്ടെന്നുള്ള എത്ര പേർക്ക് അറിയാം? അതുപോലെ തിരിച്ച് നമുക്ക് വൈറ്റ് റൈസും ബ്രൗൺ റൈസിലേക്കും പോവാം. വൈറ്റ് റൈസ് കഴിക്കുന്നവർ പലരും ഇപ്പോൾ ബ്രൗൺ റൈസിലോട്ട് ചാടാറുണ്ട്, ചിലർ ബ്ലാക്ക് റൈസിലേക്ക് വരെ ചാടുന്നുണ്ട്. എനിക്കറിയില്ല സംഭവം എന്താണെന്ന് കേട്ടോ. പക്ഷെ ബ്രൗൺ റൈസിൽ ഈ പറയുന്ന ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഈ സാധനം ഉള്ളതിനാൽ അതിൽ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ? നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കയറ്റി വിടുന്ന കാൽഷ്യം, മഗ്നീഷ്യം പോലത്തെ ഈ സൂക്ഷ്മ പോഷകങ്ങൾ അതിൻ്റെയൊക്കെ ആഗിരണം ഗണ്യമായിട്ട് കുറയുന്നു. അപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി. നിങ്ങൾ വിചാരിച്ചു വെളുത്ത അരി, വൈറ്റ് റൈസ് കഴിച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൂടും, അതുകൊണ്ട് അത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ ബ്രൗൺ റൈസിലേക്ക് വലിയ വിലയും കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചു. അവസാനം ഇതാ സംഭവിക്കുന്നത്. ഇത് മാത്രമാണോ? ഇതെന്തിനാ ഇതിനെക്കുറിച്ച് തന്നെ പറയണേ? ഞാനൊരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തായിരുന്നു മുട്ടയെക്കുറിച്ച്. അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചമുട്ട കഴിക്കരുത്. പച്ചമുട്ട കഴിക്കുന്നതിലൂടെ രോഗം പടർന്നു പിടിക്കാം, സാൽമോണലോസിസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാം എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പൊ ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു സാധനം, പച്ചമുട്ട കഴിക്കാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം എന്താണെന്നറിയാവോ? അതിൽ അവിഡിൻ എന്ന് പറയുന്ന ഒരു ആന്റി ന്യൂട്രിയൻ്റ് ഉണ്ട് ഈ പച്ചമുട്ടയിൽ. ഈ അവിഡിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ഇത് വൈറ്റമിൻ B7, അതായത് ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിൻ B7 ആഗിരണം തടയും. അതിനാൽ എല്ലാ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഒക്കെ അതിലുണ്ട് എന്ന് കരുതി മുട്ട പച്ചയ്ക്ക് കഴിച്ചാൽ അതിൻ്റെ കൂടെ നിങ്ങൾ എത്ര ബയോട്ടിൻ B7 സപ്ലിമെന്റ്സ് ആയിട്ട് നിങ്ങൾ കഴിച്ചാൽ പോലും അതിൻ്റെ ആഗിരണം ഉണ്ടാവില്ല, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ കെമിക്കൽ നോൺ ആസ് അവിഡിൻ, വിച്ച് ഇസ് എൻ ആന്റി ന്യൂട്രിയൻറ്റ് ഇൻ റോ എഗ്സ്. എന്നാൽ ഇതേ അവിഡിൻ ഈ മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഓർമ്മയാണ്. സോ കുക്ക്ഡ് എഗ്സിൽ ഇതില്ല, റോ എഗ്സിലാണ് ഇതുള്ളത്. ഇത് എത്ര പേർക്ക് അറിയാം? നമ്മളൊക്കെ ഇങ്ങനെ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തുമ്പോഴോ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മളിത് അറിയാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത്ര മാത്രമുള്ളൂ ആന്റി ന്യൂട്രിയൻസ്? ഇയാൾക്ക് മൂഡ് ഓഫ് ആക്കാൻ വരുന്നു, ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, കുടിക്കാൻ പറ്റില്ലല്ലോ. അതിനൊന്നും വേണ്ടിയൊന്നും അല്ല പറയുന്നത്. നമ്മൾ ഓർമ്മ വയ്ക്കണം, എല്ലാത്തിനും ഒരു ഗുണം ഉണ്ടെങ്കിൽ അതിനൊരു ദോഷം കൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഗുണങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ, ദോഷവശങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അതാണ് നമ്മുടെ പ്രശ്നം. എല്ലാത്തിനും ഒന്നും 100% പെർഫെക്റ്റ് അല്ല, ഒന്നും 100% ഇംപെർഫെക്റ്റും അല്ല. ഓർമ്മ വേണം. അത് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ബാധകമാണ്. മനുഷ്യനെ പോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും 100% പെർഫെക്റ്റ്, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഭക്ഷണ പദാർത്ഥമില്ല. അതിൽ കുറെ ഗുണങ്ങളുണ്ടെങ്കിൽ ദോഷങ്ങളും ഉണ്ടാകും. ദോഷങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, നിർബന്ധമായിട്ടും ചിന്തിക്കണം. എസ്പെഷ്യലി ഈ കാലത്ത് ഓവർ ന്യൂട്രീഷൻ ഉള്ളതുകൊണ്ട്. ഇത് അടുത്ത ഉദാഹരണം, ബദാം പ്രോട്ടീൻസിന്റെ അത്യുഗ്രൻ ഉറവിടമാണ്, പ്രോട്ടീൻസിന്റെ നല്ലൊരു സോഴ്സാണ്, ഒരു സംശയമില്ല. ഫൈബർ ഉണ്ട്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലടങ്ങിയിട്ടുള്ള ചില ആന്റി ന്യൂട്രിയൻസ്, ഡിഡ് യു നോ ദാറ്റ് ദേ വിൽ ഇമ്പയർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം, അയേൺ, സിങ്ക്, മഗ്നീഷ്യം, ഇതിൻ്റെ പോലത്തെ ഒരുപാട് സാധനങ്ങളുടെ ആഗിരണത്തെ അത് ബാധിക്കും എന്ന് എത്ര പേർക്കറിയാം? ഇനിയും കിടക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞു, ഈ സൂക്ഷ്മ പോഷകങ്ങളുടെയും പിന്നെ പ്രോട്ടീൻ്റെയും ആഗിരണം കുറയ്ക്കും എന്ന് മാത്രമല്ല,
ഈ പറയുന്ന ആൻറ്റി ന്യൂട്രിയൻസ് ഇൻഫ്ലമേറ്ററി പാത്വേ ട്രിഗർ ചെയ്യും, ഇൻഫ്ലമേഷന്റെ സാധ്യത വല്ലാണ്ട് കൂട്ടും. അപ്പോൾ ഇൻഫ്ലമേഷൻ ആണ് പ്രമേഹ രോഗത്തിന്റെ ഒരു പ്രധാന കാരണം. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സാധിച്ചാൽ പ്രമേഹ രോഗം തടയുകയും ചെയ്യാം. അഥവാ വന്നാലും അതൊരു പരിധിവരെ അതിൻ്റെ പോക്ക് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി നമ്മൾ ഇൻഫ്ലമേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഭക്ഷണ പദാർത്ഥത്തിന്റെ അമിത ഉപഭോഗം കാരണം നമ്മൾ ഇത് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വേറെ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഗോയിട്രോജൻസ് എന്ന് പറഞ്ഞ ആന്റി ന്യൂട്രിയൻസ് ഉണ്ട്. ഗോയിട്രോജൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, തൈറോയ്ഡ് രോഗങ്ങൾ, ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ പുറമേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥ. പണ്ടൊക്കെ സർവ്വസാധാരണമായിരുന്നു, കഴുത്തിന് മുമ്പിൽ ഒരു മുഴയായിട്ട് ഇങ്ങനെ തള്ളി വരുന്ന ഗോയിറ്റർ. ഇത് ഗോയിറ്റർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറെ പദാർത്ഥങ്ങളുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അവയിൽ എല്ലാവർക്കും അറിയാവുന്നവയായിരിക്കും ഈ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി എന്ന ആ വിഭാഗത്തിൽ പെടുന്ന ഒരുപാട് പച്ചക്കറികളിൽ ഈ പറയുന്ന ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആന്റി ന്യൂട്രിയൻസിന്റെ വേറൊരു ഉദാഹരണമാണ്. പിന്നെ ഫൈറ്റേറ്റ്സ്, ടാനിൻസ്, ഓക്സാലേറ്റ്സും സർവ്വസാധാരണമാണ്. ഇപ്പോൾ ഈ ചേമ്പില അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള ചീരകളിൽ ഒക്കെ ഓക്സാലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയിലയിൽ അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ഓക്സാലേറ്റ്സ്. എന്ന് വിചാരിച്ചൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ല, ബോധപൂർവം നമ്മൾ ബോധ്യപ്പെട്ടിട്ട് ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് കഴിക്കണോ കഴിക്കേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ആന്റി ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ഇനത്തിൽ. അപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, wherever there is an effect there is a side effect എന്ന് നമ്മൾ പറയാറുണ്ട്. എവറി ആക്ഷൻ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ അല്ലേ പറയും, പലപ്പോഴും പറയും. അതേപോലെ എല്ലാത്തിനും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു റിയാക്ഷനും കൂടി ഉണ്ടാവാം, ചിലപ്പോൾ ഒരു അഡ്വേഴ്സ് ആക്ഷനും കൂടി ഉണ്ടാവാം. അത് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ബാധകമാണ്. എല്ലാം കൊണ്ട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥവും ഭൂമിയിലില്ല. അതിനെ അങ്ങനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാനും പാടില്ല. ഇത്തരത്തിലുള്ള ചില കോൺസെപ്റ്റ്സ്, അപ്പൊ ന്യൂട്രിയന്റ് ഉണ്ടെങ്കിൽ ആന്റി ന്യൂട്രിയന്റ് ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ ആന്റി ന്യൂട്രീഷനും ഉണ്ട്. എല്ലാം ഒരേ നാണയത്തിന്റെ തന്നെ രണ്ട് വശങ്ങളെ പോലെ തന്നെയാണ്, ഓർമ്മ വേണം. പിന്നെ വേറെ ഒരു കോമൺ ആന്റി ന്യൂട്രിയന്റ് ആണ് അമൈലേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു വിഭാഗത്തിൽ പെട്ടത്. നമ്മൾ സാധാരണ കഴിക്കാറുള്ള പലതരത്തിലുള്ള ബീൻസ്, പൾസസ് അതിലൊക്കെ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണത്. അതുപോലെ ഈ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന സാധനം ഇതിൽ മാത്രമല്ല കേട്ടോ, അരിയിൽ മാത്രമല്ല. ഞാൻ ആ ഒരു എക്സാമ്പിൾ എടുത്താൽ പറഞ്ഞെങ്കിലും, ബ്രൗൺ റൈസിന്റെ എക്സാമ്പിൾ എടുത്താൽ പറഞ്ഞെങ്കിലും, പലതരത്തിലുള്ള ദാൾസ്, അതായത് പയറ്, പരിപ്പ്, ഇനത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ ഗ്രെയിൻസ്, അന്നജം അടങ്ങിയിട്ടുള്ള അന്നങ്ങളും പിന്നെ ധാന്യങ്ങളും അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അതും അമിതമായി കഴിക്കരുത് എന്നുള്ളതിന് വേറൊരു കാരണമാണ്. ഏതെങ്കിലും ഒന്ന് നല്ലതാണെന്ന് കാണുമ്പോഴേക്കും നമ്മൾ കണ്ണോ അടച്ച് അതങ്ങോട്ട് വെട്ടി വീഴുന്നു. നോ, ദാറ്റ് ഈസ് എ റോങ് കോൺസെപ്റ്റ്. അങ്ങനെ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ചില ഫൈറ്റോ ഈസ്ട്രോജൻസ് എന്ന് പറയുമ്പോൾ ചെടികളിൽ അടങ്ങിയിട്ടുള്ള ഈസ്ട്രോജൻ പോലത്തെ രാസപദാർത്ഥങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അവയ്ക്ക് നല്ല ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെന്ന് ഒരു കാലത്ത് ചിലരൊക്കെ പറയുമായിരുന്നു. ഞാൻ അതിനോട് വിസമ്മതിക്കുമായിരുന്നു. അതുപോലത്തെയാണ് ഫ്ലാവോനോയിഡ്സും ഈ ടാനിൻസ് എന്ന് പറഞ്ഞാൽ ചായയിലും കാപ്പിയിലും വരെ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. എന്ന് വിചാരിച്ച് ചായയും കാപ്പിയും കുടിക്കാൻ പാടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഒരിക്കലും അല്ല, ദയവായി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സോ ദ പോയിന്റ് ഓഫ് ദ ടോക്ക് ഈസ് ദാറ്റ് നമ്മളെപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മ വയ്ക്കണം. ആന്റി ന്യൂട്രിയൻസ് ആർ റിയൽ, കെട്ടുകഥകളല്ല. എല്ലാ ഭക്ഷണ പദാർത്ഥവും വിഷമയമുള്ളതാണ് എന്ന് പറയാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലും അല്ല ഇത് പറയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവായി അറിയുക. ഒരു കാര്യം കൂടി പറയാം, ഈ പറയുന്ന ബ്രൗൺ റൈസിൽ ആർസനിക്കിന്റെ അളവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ആന്റി ന്യൂട്രിയൻ്റ്. ആർസനിക്ക് പലതിലും ഉണ്ട്. ആർസനിക്ക് പൊതുവെ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും ഉണ്ട്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സൈനൈഡ്സും അത്തരത്തിലുള്ള പല സൈനൈഡ്സും. അപ്പോൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും ഘോര വിഷമാണ് ഞാൻ കഴിക്കുന്നതെന്ന് തോന്നും. ബട്ട് ഇതൊക്കെയാണ് പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ പ്രകൃതി തന്നെ ഉണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെ. ഇത് ആരും അതിൽ ചേർത്തൊന്നുമല്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവയൊന്നും കഴിക്കാറുണ്ട്, തീർച്ചയായിട്ടും കഴിക്കാറുണ്ട്. പക്ഷെ അവിടെയാണ് കഴിക്കുന്നതിൻ്റെ അളവും എന്തിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ നമ്മുടെ അറിവും അതിപ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആന്റി ന്യൂട്രിയൻസ് എന്നുള്ള ഈ വിഷയത്തെക്കുറിച്ച് എനിക്കാവുന്ന വിധത്തിൽ വളരെ വിശദമായിട്ട് വളരെ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഷെയർ ചെയ്യാൻ മറക്കണ്ട. നന്ദി, നമസ്കാരം.